നമ്മളെന്നും രാവിലത്തെ പ്രാതലും ഉച്ചയൂണൊക്കെ അല്ലേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് രാത്രിയിലത്തെ അത്താഴം നോക്കിയാലോ. കുറച്ച് ദിവസമായിട്ട് ഞാനിത് പ്ലാൻ ചെയ്യുവാണേ. അപ്പോഴും അച്ഛൻ 2 നാടൻ കോഴിയെ മേടിച്ചുകൊണ്ട് വന്നു. മോൾ ആദ്യമായിട്ടായിട്ടോ പൂവൻ കോഴിയെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് പുള്ളിക്ക്. അങ്ങനെ ഉണ്ണേണ്ണ അതിനെ നന്നാക്കാൻ പോയ സമയം കൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തേ. ഉണ്ണേണ്ണ നല്ലതുപോലെ അത് വെട്ടി ക്ലീനാക്കി കുക്കറിലിട്ട് വേവിക്കാനായിട്ട് ഇടുക കേട്ടോ. നമ്മൾ ഇച്ചിരി കുരുമുളകും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തിരുമ്മിയിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. നമ്മുടെ സാധാ കോഴി പോലെ അല്ലല്ലോ, നാടൻ കോഴിക്ക് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് എന്തായാലും നമ്മൾ കുക്കറിൽ അടിക്കണം. ഇതൊരു 4-5 വിസിൽ നമ്മൾ കേൾക്കുന്നിടം വരെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 കിഴങ്ങ് കൂടെ അരിഞ്ഞിട്ട്, ഇവിടെ എപ്പം ചിക്കൻ കറിയോ ബീഫോ വെച്ചാലും കിഴങ്ങ് നിർബന്ധം. അങ്ങനെ ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നമ്മൾ കൊച്ചുള്ളി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ കൊച്ചുള്ളിയും കൂടി ഇട്ട് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള ഇടണം. കൊച്ചുള്ളിക്ക് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ കൊച്ചുള്ളി ആദ്യം ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് വരണം കേട്ടോ. ഉള്ളി നല്ലതുപോലെ വെന്ത് വാടി വരുമ്പോഴത്തേനും നമുക്ക് എന്തിട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇച്ചിരി തോനെ ഇടുന്നുണ്ടേ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതും കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും ഒരു 2 തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി അല്ല കേട്ടോ എടുത്തേക്കുന്നത്, മറ്റേ എരിവുള്ള മുളക് പൊടിയാണേ. ഞാനൊരു 4 സ്പൂൺ ഇടുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും എരി വേണം. അപ്പം ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ എല്ലാം കൂടെ ഇട്ടൊന്ന് യോജിപ്പിക്കണം. ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കുമ്പോഴത്തേനും ഒരു നല്ലൊരു ചുമന്ന നിറം വരും. അങ്ങനെ നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ്റെ സ്റ്റോക്ക്, അതിട്ട് നല്ലതുപോലൊന്ന് ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി നമ്മൾ വഴണ്ടയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേനും അമ്മ അറിയാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കേട്ടോ, ലൈറ്റിട്ടേ. അങ്ങനെ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ആ ഗ്രേവിയും ആ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉടഞ്ഞു പോകാതെ വേണേ മിക്സ് ചെയ്യാൻ. അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാടൻ കോഴിക്കറി സെറ്റാണ്. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ആഡ് ചെയ്യാം. ഇവിടെ എല്ലാവർക്കും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടി ഞാൻ അവസാനം ഇടുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ സൂപ്പർ നാടൻ കോഴി ദാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി അത്താഴത്തിന് അടിപൊളിയാണ്. അങ്ങനെ മോക്ക് നമ്മൾ കൊടുക്കുകയാണ്. അവളിതാ ചിക്കൻ കാലൊക്കെ കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ.